അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണ മേഖലയിൽ കഴിഞ്ഞ 1.5 വർഷത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ടത് 40ഓളം പേർക്കാണ്. 12.5 കിലോമീറ്റർ വരുന്ന നിർമ്മാണ മേഖലയിൽ ഗതാഗതം താറുമാറായതോടെ ജനം പൊറുതിമുട്ടിയ നിലയിലാണ്. മഴക്കാലം എത്തുന്നതിന് മുൻപ് പൂർത്തിയാക്കേണ്ട ഓട നിർമ്മാണം ഉൾപ്പെടെയുള്ള ഒരു നടപടിയും ആരംഭിച്ചിട്ടില്ല. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, നമ്മൾ തന്നെ എത്രയോ അപകടത്തിന്റെ വിവരങ്ങൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. ഇനിയിപ്പോൾ മഴക്കാലം വരുമ്പോൾ അവിടുത്തെ നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? ഒരു പരിഹാരവുമില്ലാതെ ഈ ഗതാഗതക്കുരുക്ക് ഉൾപ്പെടെ തുടരും എന്നതാണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അനുജ, മധ്യകേരളത്തിലെ തന്നെ ഗതാഗത സംവിധാനത്തെ ആകെ മാറ്റിമറിക്കുന്ന ഒരു അഭിമാന പദ്ധതിയാണ് ഈ അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ. പക്ഷേ അതിൻ്റെ പേരിൽ ജനം അനുഭവിക്കുന്ന, യാത്രക്കാരനുഭവിക്കുന്ന ദുരിതം ചെറുതൊന്നുമല്ല. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ വലിയ യാതനകളാണ് അനുഭവിക്കുന്നത്. ഈ മഴക്കാലം എത്തുമ്പോഴാണ് ഏറ്റവും വലിയ ദുരിതം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപാണ് ഒരു നവവധു സ്കൂട്ടർ ഇടിച്ച് ഇവിടെ മരണപ്പെട്ടത്. അങ്ങനെ നിരത്തുകളിൽ ജീവൻ നഷ്ടപ്പെടുന്ന ആളുകൾ നിരവധിയാണ്. ഈ പണി ചെയ്യുന്ന ജീവനക്കാരടക്കം നിത്യവും പല വിധത്തിലുള്ള അപകടത്തിൽപ്പെടുന്നുണ്ട്. നിലവിൽ ഈ പാതയിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മഴക്കാലത്തിന്റെ പ്രശ്നമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ രീതിയിൽ വെള്ളക്കെട്ട്, അതായത് മഴയുടെ തോത് കുറവായതുകൊണ്ടാണ് ചെളിയും വെള്ളവും കുറവുള്ളത്. മഴ കൂടുതൽ പെയ്താൽ ഇവിടെയൊക്കെ തന്നെ വലിയ ചെളി വെള്ളം നിറയുന്ന ഒരു നിലയിലേക്ക് എത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഈ വീതി കൂട്ടിയ ഈ ഭാഗത്തൊക്കെ തന്നെ നേരത്തെ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ വീതി ഇല്ലാത്തത് കൊണ്ട് ഈ സ്ഥലത്തെ വീതി കൂട്ടിയെടുത്തതാണ്. പക്ഷേ അവിടെ വീതി കൂട്ടിയെങ്കിലും ടാർ ഇല്ലാത്ത നിലയിലാണ്. നിരത്തിൽ ടാർ ഇല്ലാത്ത മേഖലകളിലൊക്കെ തന്നെ ഈ രീതിയിൽ കുണ്ടും കുഴിയുമായി. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ ഒരു സ്ഥലത്ത് വലിയ തിരക്കുണ്ടാകേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വലിയ തിരക്കില്ല. കാരണം മറ്റൊരു പാതയിലൂടെ വാഹനം കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗതാഗത പ്രശ്നങ്ങൾ നിത്യവുമുണ്ട്. അനുദിനം ഗതാഗത പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ഹെവി വാഹനങ്ങൾ, ഭാരവാഹനങ്ങൾ ഈ വഴിക്ക് പോകുന്നതിൽ വലിയ രീതിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും വാഹനങ്ങളൊക്കെ തന്നെ ഈ വഴിയിലൂടെ കടന്നു പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഈ 12.5 കിലോമീറ്റർ വരുന്ന അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. ഈ 12.5 കിലോമീറ്ററിലുള്ളത് 5 പഞ്ചായത്തുകളാണ്. 5 പഞ്ചായത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളാണ് ഈ ഓട നിർമ്മാണം അടക്കമുള്ള മഴക്കാല മുന്നൊരുക്കത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടത്. പക്ഷേ ദേശീയപാത അതോറിറ്റിയുമായി ചേർന്ന് ഈ പഞ്ചായത്തുകൾ ഓട നിർമ്മാണം ഉൾപ്പെടെയുള്ള ഈ ടാറിംഗ് ഉൾപ്പെടെയുള്ള ഒരു നടപടികളും ആരംഭിച്ചിട്ടില്ല. ഇനി മഴ കനത്താൽ അരൂർ തുറവൂർ പാതയിലൂടെയുള്ള ഗതാഗതം വലിയ വിഷയമായി മാറും. നിലവിൽ തന്നെ ഈ എല്ലാ മേഖലയിലും ഇതുപോലെ വീതിയില്ല. അതുകൊണ്ട് വീതി കുറഞ്ഞ മേഖലയിൽ ഉള്ള യാത്ര കൂടി ദുസ്സഹമായി മാറും. അനുജ, അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണം അത് തുടരുകയാണ്. മേഖലയിൽ നിലവിൽ എന്താണ് അവസ്ഥ എന്നതിന്റെ തത്സമയ വിവരങ്ങളാണ് മനീഷ് മഹിപാൽ നൽകിയത്.